ഗായ്സ് ഞാനും മമ്മി എന്താ ജസ്റ്റ് ഒന്ന് വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു പാർക്ക് വരെ പോവാണ്. ഗായ്സ് സമയം ഇപ്പൊ ഒരു 4 മണി ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂരിന്റെ എന്താ പറയാ വഴികളിലൂടെ. അമ്മയും മോനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ മെട്രോന്റെ സൈക്കിള് പോലെ, മെട്രോന്റെ സൈക്കിളൊന്നുമല്ല, നമുക്ക് ഓടിക്കാവുന്ന സൈക്കിളാണ് ഇരിക്കുന്നത്. ആപ്പൊക്കെ ത്രൂ ബുക്ക് ചെയ്ത് ഓടിക്കാവുന്ന ഒരു സൈക്കിളാണ് അത്. ക്ലീനിങ് പ്രോസസ്സ് അടക്കമാണ്. ഈ അപ്പാർട്ട്മെന്റിന്റെ സൈഡിലുള്ള ഈ പുല്ലൊക്കെ വൃത്തിയാക്കാണ്. പക്ഷെ ഇവിടെയൊക്കെ വൃത്തിയായി പോയതാണ്. കണ്ടോ, കട്ട് ചെയ്ത് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അവർ. പിന്നെ എടുത്തേക്ക് വെക്കണ ഒരു പരിപാടിയില്ല. നിങ്ങൾ ഈ കാണുന്നതാണ് ഗോൾഫ് കളിക്കുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ കുറേ മറ്റേ ഗോൾഫിൻ്റെ ആ ബോളില്ലേ, എന്താ പറയണതെന്ന് എനിക്കറിയില്ല, ആ സംഭവങ്ങൾ കിടക്കണുണ്ടോ? അതാണ് തോന്നുന്നു കിടക്കണത്. അത് പിറക്കുന്നത് ഒരു വണ്ടിയിൽ ഇതാ അത് മൊത്തം എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, കാണാനുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കണ്ടോ ഗൈസ്, ആ വണ്ടിയിൽ എല്ലാം കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ ഫോട്ടോ എടുക്കടാ. ഫോട്ടോ എന്താണ്? എന്റെ ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുക്കാനാ? എവിടെ നിക്കുന്നു? അവിടെ നിക്ക്. ഇവിടെ നിക്ക്. ഇവിടെയോ? വിമാനം പോണു. ഇവിടെ പ്രൈവറ്റ് ജെറ്റുകൾ കൊറേ പറക്കണം, നമുക്ക് കാണാൻ പറ്റും. പ്രൈവറ്റ് ജെറ്റ്. മമ്മി ഫോട്ടോഷൂട്ടിന് നിക്കാണ്. ചിരിച്ചാമേ, ചിരിച്ചേ, സ്മൈൽ. ചിരിക്കേ. ആ കണ്ണട ഇവിടെ വെക്കി, ഗ്ലാസ് വെക്കി, കൂളിംഗ് ഗ്ലാസ് വെച്ചേ. ഏതാ മോഡല്? ഇതൊക്കെയാണ് ബസ് സ്റ്റോപ്പ്. കണ്ടോ എന്താ രസം ബസ് സ്റ്റോപ്പ് കാണാൻ. ഇരിക്കുന്ന ചെയർ കണ്ടോ, എന്ത് കംഫർട്ടായിരിക്കും ഇരിക്കാനായിട്ട്. നമ്മുടെ അവിടെ ഉണ്ട്, പണിത് വെക്കും 2 കമ്പി. ആർക്കിരിക്കാനാണോ, വല്ല കിളികൾക്ക് വന്നിരിക്കാനാണോ എനിക്ക് തോന്നണേ ചില സ്ഥലത്തെ ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലിട്ടാ കുറ്റം പറയേണ്ടത് കുറ്റം പറയാൻ തന്നെ ചെയ്യണം. നല്ലത് കണ്ടാ നല്ലത് പറയണം, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ ഇതിലൊക്കെ നടന്നു പോകാനായിട്ട്. നമ്മൾ നല്ല വെയിലുണ്ട്, പിന്നെ ഒരു ഭംഗിക്ക് വെച്ചാണ് ഉണ്ടാ കൂളിംഗ് ഗ്ലാസ്, വെയിലാണ്ട് വെച്ചാണല്ല. പക്ഷെ നമുക്ക് വലിയ എന്താ പറയാ ചൂടൊന്നും എടുക്കുന്നില്ല അധികം വെയിലുണ്ടെങ്കിൽ, അല്ലേ അമ്മേ? അധികം ചൂടില്ല. നേരത്തെ കണ്ട നമ്മുടെ ആ ഓർക്കിഡ് ക്ലബിന്റെ പോകുന്ന എൻട്രൻസ് ആണ് ഇവിടെ. ഈ വഴി ഇതാ, ഈ വഴിയാണ് അങ്ങോട്ടേക്ക് പോവാ. ആളുകൾക്ക് കിടക്കാം. നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ടൈമായി ഗൈസ്. നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. പച്ച കത്തിയിട്ടുണ്ട്. അയ്യോ, 20 സെക്കൻഡ്. യെസ്, 15 സെക്കൻഡ്. ഗൈസ് സിഗ്നലിൽ യെല്ലോ ലൈൻ കണ്ടോ, ക്രോസ് ആയിട്ട് ആ പോർഷനിൽ ഒരിക്കലും വണ്ടി നിർത്താൻ പാടില്ല. ഇത് മിക്ക രാജ്യത്തും ഇതുണ്ട്, നമ്മുടെ അവിടെയും ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ അവിടെയും ഈ പറഞ്ഞ ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ ആരും അനുസരിക്കാറില്ല, അത് മാത്രം. ഞാനിവിടെ വന്നിട്ട് കൂടുതലും കണ്ടൊരു വണ്ടിയാണ് ഇതാ, ഇത് ടൊയോട്ടയുടെ ഈ വണ്ടി. ഇതിൻ്റെ പേര് നോക്കട്ടെ ഏട്ടാ, കാണാൻ പറ്റുമോ നോക്കാം. ഇത് വായിക്കാൻ പറ്റില്ല. അപ്പുറത്തൊരു ട്രക്ക് പോകണുണ്ട്, അത് ടൊയോട്ട. ഇതേ പോണു ഒരു വാൻ ടൊയോട്ട. പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ ഇപ്പൊ തന്നെ 3 എണ്ണം കണ്ടു. എന്റെ പേര് ബാക്കിൽ എഴുതിയിട്ടില്ല ഗൈസ്. ആർക്കെങ്കിലും ഇത്
ഈ വണ്ടി ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അടുത്ത ബസ് സ്റ്റോപ്പ് ഇവിടെ മുട്ടിന് ബസ് സ്റ്റോപ്പ് കേട്ടോ. ബസ് സ്റ്റേഷൻ അങ്ങനെയാണ് ഇവിടെ പറയാം. എന്താ അതിന്റെ പേര്? യുഷ്വൻ. പക്ഷെ ഇത് ഇങ്ങനെയല്ല വായിക്കണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഈ പോകുന്ന ആ സ്ഥലമില്ലേ, പാർക്ക്, അവിടേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന്. ഗൈസ്, നമ്മളിപ്പോ പോകുന്ന പാർക്കിലേക്ക് 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് മമ്മി പറയാം. മമ്മി കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മമ്മിയാണ് ഡയറക്ഷൻ പറഞ്ഞു തരുന്ന ആള്. വഴി തെറ്റിപ്പോയാ പെട്ടു. സ്വിഫ്റ്റ് പോടും, നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റ് ഓറഞ്ച് കളറ് പെയിന്റ് അടിച്ചിട്ട് സാധനം പോകും. ബൈക്കുകളല്ല, മറ്റേ യമഹയുടെ മറ്റേ സ്കൂട്ടർ പോലത്തെ സംഭവം, പേരറിയാൻ പാടില്ല. ഇവിടെ ഇതിന്റെയൊക്കെ നെയിമും ഒക്കെ നമ്പേഴ്സ് ആണ് കണ്ട. ഈ ബസ്സുകൾ ഇവിടെ നിർത്തോളൂ. ഈ ബസ്സുകളാ 117 ആണ് ഇവിടെ നിർത്തുന്ന ബസ്സുകൾ എന്നാണ് മമ്മി പറയുന്നത്. ആ നമ്പറിലുള്ള ബസ് അത് മാത്രമേ ഇവിടെ നമ്പരാണ് അറിയാം ഒക്കെ ആണോന്ന്. മമ്മി ഇവിടുത്തെ ആളായി, സിംഗപ്പൂരിലെ ആളായി മമ്മി. 1 മാസമായില്ലേ വന്നിട്ട്? 1 മാസമായോ? 1 മാസം കഴിഞ്ഞു. 28-ാം തീയതി 1 മാസം. ഇന്ന് വൈകുന്നേരം നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അളിയന്റെയും ചേച്ചിയുടെയും എന്റെയും ഫ്രണ്ടാണ്. ആൽവിൻ എന്നാണ് ആളുടെ പേര്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുക്കാടാ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മറ്റേ ജോണി വാക്കർ ഡബിൾ ബ്ലാക്ക് മേടിക്കാൻ പറഞ്ഞ പുള്ളിയില് അന്തകടി. ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ ഒന്നെങ്കിൽ കുക്കിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കും. ചെറിയൊരു കൂടലൊക്കെ ആയിരിക്കും. അതേ പോണു ആ വാനാണ് ഞാൻ ഇതേ പോണു അടുത്തത്. അതിലെന്തോ പേര് എഴുതിയിട്ടുണ്ട്, വായിക്കാൻ കിട്ടുന്നില്ല. പെട്ടെന്ന് പോണോണ്ടേ ഇനി വരണത് കാണുമ്പോൾ വായിച്ചു നോക്കാം. അങ്ങനെ ഒരു ഷെൽട്ടറിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഇത് കണ്ടത്. ഈ ഷെൽട്ടറിന്റെ 5 മീറ്റർ ചുറ്റളവിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ ഇരുന്ന് കാണിക്കാം എന്താ സുഖം. യെസ്, കണ്ട കൈ വരെ വെച്ചിങ്ങനെ ഇരിക്കാം. കണ്ടു പഠിക്ക്. നമ്മുടെ നാട്ടിലുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുന്ന ആൾക്കാർ കണ്ടുപിടിക്കുക. ഇതാണ് ബസ് സ്റ്റോപ്പ് അല്ലേ അമ്മ? നോക്ക് എന്ത് സുഖമായിട്ടിരിക്കാം. നല്ല താണല്ലേ ഇത്, ഇത്ര നീളത്തില് ഷെഡിന്റെ ഇത്. ഇവിടെ ഒരു സിംഗപ്പൂരിന്റെ ഒരു പേര് പോലും, സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഒരു പേര് പോലും ഇവിടെ കൊടുത്തിട്ടില്ല. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. കേട്ടോ, എവിടെയില്ല. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇന്ന MLA ഫണ്ടിൽ നിന്ന് എടുത്ത വക എന്ന് പറഞ്ഞ ഇത്ര രൂപ. അതും ആ ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ എഴുതി വെച്ചാണ് തുക വല്ലാത്തൊരു തുകയായിരുന്നു. നമുക്കത് കാണുമ്പോഴേ ദഹിക്കില്ല. ഞാൻ പച്ചയ്ക്ക് പറയും, പറയാൻ തോന്നണൊക്കെ ഞാൻ പറയും. എന്തു വന്നാലും കുഴപ്പമില്ല, ഒന്നും വരില്ല. ഇത് കണ്ടാൽ പോലും ഉളുപ്പില്ലാത്തവന്മാരാണ് എല്ലാവരും. ഐ മീൻ കാണുന്നവരല്ല, കൊള്ളുന്നവന്മാരില്ലേ, അവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഒക്കെ കണക്കാ. എന്താ ചെയ്യാ, നമ്മുടെയൊക്കെ വിധി. അല്ലാണ്ട് എന്താ ഇതിനെ പറയാ, സഹിക്കന്നെ. നമ്മളെ കണ്ട വാനിന്റെ സുസുക്കിയുടെ വണ്ടി. ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ വാനുകളാട്ടാ. നമ്മളങ്ങനെ പാർക്കിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പേര് എവരി എന്നാട്ടോ. അതിന്റെ പേര് ഇതാ നോക്ക്, ആണ് ഞാൻ പറഞ്ഞ വാൻ. ഇങ്ങോട്ടാണോ? അല്ല, അങ്ങോട്ടാ. ചെറിയ ലേക്കും ഗോൾഫിന്റെ സംഭവമൊക്കെ അടുത്തുണ്ട്. വ്യൂ പോയിന്റ് ആയിട്ട് സൈക്കിളുകൾ ഉണ്ട് ഇവിടെ. സൈക്കിൾ വേണമെങ്കിൽ എടുത്ത് ചവിട്ടാം. അങ്ങനെ അതുപോലെ ഇവിടെ ഡ്രോണൊന്നും പറത്താൻ പറ്റില്ല. എയർക്രാഫ്റ്റും ഡ്രോണൊന്നും പറത്താനൊന്നും പറ്റത്തില്ല. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ അതുപോലെ ഇവിടെ വേറെ എന്താ സാധനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നോക്കട്ടെ. സ്വിമ്മിങ് പറ്റില്ല, ഫിഷിങ് പറ്റില്ല,
വാട്ടറിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആനിമൽസിനെ ഇവിടെ അഴിച്ചുവിടാനും വെള്ളത്തിലിറക്കാനൊന്നും പറ്റത്തില്ല, ഒന്നും സാധിക്കത്തില്ല. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം കിട്ടും പണി. ഗൈസ് നിങ്ങൾക്കൊരു സാധനത്തിനെ കാണാനുണ്ടോ ഗൈസ്? ഐ തിങ്ക് ഇത് ഷവാന മോണിറ്റർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതോ ഉടുമ്പിന്റെ തന്നെ വേറൊരു വിഭാഗം എന്താണെന്നറിയില്ല കറക്റ്റ്. ഷവാന മോണിറ്റർ ആണെങ്കിൽ എബിനെ, എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട് എബിൻ, അവനിതിനെ പറ്റി നല്ല ധാരണയാ. അതായത് അതാണോ എന്ന് നോക്കിയിട്ട് പറയണേ. ഇങ്ങനെ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. പിന്നെ എന്തെങ്കിലും ഷോ നടക്കുന്നതാണോ അമ്മ? വാട്ടർ ഷോ ആണോ? കുട്ടികൾക്കുള്ള ഓക്കെ. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഇതാണ് സ്ഥലം. അങ്ങോട്ട് കിടക്കാം. ഇതുപോലെ തന്നെ അപ്പുറത്ത് അങ്ങേറ്റം വരെ ഉണ്ട്, അവിടം വരെ പോയിട്ട് വരാം. ഇതേ കാക്കകള്, കൊറേ കാക്കകള് കുളിക്കണ്ടല്ലോ. ആ, കാക്ക കുളിച്ച് കൊക്കാവും. കാക്കകള് കൊറേ കുളിക്കുന്നുണ്ട് ഗൈസ്. അതിനകത്ത് ചേറ് കോരുന്ന വണ്ടി കണ്ടോ? എവിടെ? ഓക്കെ ഓക്കെ. മറ്റേ ചെളിയും ഇതൊക്കെ കോരണല്ലേ, ക്ലീൻ ചെയ്യണ ചെളി കോരുന്ന വണ്ടി. പ്ലേ ഏരിയ, വാട്ടർ പ്ലേ ഏരിയ ആണിത് ഈ സംഭവം. ഇത് കണ്ടോ, കോരി കോരി കൊണ്ട് ഇടുന്നുണ്ടോ? ഇവിടെ നിങ്ങക്ക് അവിടെ കാണാൻ കണ്ടോ, ചണ്ടി കോരാന്ന് പറയും നമ്മുടെ അവിടെയൊക്കെ. ഒരു മിനിറ്റേ, കാണാനുണ്ടോ? ഈ ഒരു സംഭവം ഉപയോഗിച്ച് ചണ്ടി കോരി കോരിയിട്ടാണ് ഈ കാണുന്നത്. ഏതാ സെറ്റപ്പ്? അതുകൊണ്ട് എന്താണ്, ഫുൾ ക്ലീൻ ആണ്. കണ്ടാ, ഏത് ടൈമും ക്ലീൻ ആക്കി കൊണ്ടിരിക്കും. മീൻ പിടിക്കുന്നു. ഫിഷിങ് പാടില്ല എന്നല്ല അവിടെ എഴുതിച്ചാണ്. ഫിഷിങ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷിങ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുറം എഴുതി വെച്ചിട്ടുണ്ട്, കേറി വരണടുത്ത്. അത് അവിടെയല്ലേ, ഇവിടെ പാടും. ഇവിടെ കുഴപ്പമില്ല, അറിയാൻ പാടില്ല. സെയിം വെള്ളം തന്നെയല്ലേ ഇത് ഇങ്ങോട്ടും. അതെ, പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് ഞാനിപ്പോ കേറിയിട്ട് രണ്ടാമത് ഇറങ്ങിയതാണ്. കയറി ചെന്നപ്പോ അത് വീഡിയോ കാണിച്ചില്ലെങ്കിൽ മോശമായി പോലോ. പബ്ലിക് ടോയ്ലറ്റിന്റെ വിഭാഗം നിങ്ങൾ കണ്ട, ഇതാ അയ്യോ എന്താ ബ്യൂട്ടി. കിടന്നുറങ്ങാൻ വേണമെങ്കിൽ ഇവിടെ അത്രയ്ക്കും വൃത്തി. അതുപോലെ നമ്മളെ ബേബിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതാ അതുപോലെ ബേബീസിനൊക്കെ ഇങ്ങനെ താത്തി വെച്ച് ഇവിടെ കിടത്തിയിട്ട് ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ ടോയ്ലറ്റിനുള്ളിൽ സീറ്റ് ബെൽറ്റ് വരെ ഉണ്ട്. പുറത്തിറങ്ങി ഇനി ഇത് അവിടെ വെയിറ്റിംഗ് ആണ്. അമ്മ മീൻ പിടിക്കണം നോക്കിയിട്ട്. അവൻ എന്തിനാ അമ്മ അവിടെ ഓടിയ? എന്താ മീൻ കിട്ടിയാ? ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നേ എന്ത് $2000 കൊടുക്കണം ഇവിടെ സ്മോക്ക് ചെയ്താ. അത് ഡ്രോണിന്റെ എഴുതിയിട്ടുണ്ട്. ഡ്രോൺ പറത്താൻ പാടില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ this is a smoke free park. Fine up to $2,000. $2,000 വരെ നമുക്ക് പേട കിട്ടും ഗൈസ്. $2,000 എന്ന് പറയുമ്പോൾ എത്രയും 65 × 2000 1,30,000 രൂപ. പുക വലിച്ചാൽ 1,30,30,000 രൂപ നാട്ടിലത്തെ പൈസ ഫൈൻ. ഒരാളും വലിക്കാൻ പറ്റില്ല. അതെ, പബ്ലിക് ജിം. ഇവിടെയാണ് ഞാൻ ഒരു ദിവസം വന്നത്. ഇവിടെ വന്നിട്ടാ? ഓ, ഇപ്പൊ ഈ ഒരു വെയിലുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വയ്യാണ്ടാവും. പബ്ലിക് ജിം നമ്മുടെ അവിടെ ഇഷ്ടം പോലെ. അതുപോലത്തെ ഇവിടുത്തെ മറ്റേ ഇങ്ങനെ തിരിയണം അല്ലേ, ബോഡി ഷേപ്പ്. അന്ന് അവിടെ നിന്ന് തിരിഞ്ഞാൽ ഞാൻ പോയിട്ട് വരാം. എന്ത് ഒന്ന് ഷേപ്പ് ആക്കട്ടെ? പിന്നെ ഷേപ്പ് ആക്കിട്ട് എന്നാത്തിനാ? പ്രായം 10-60 വയസ്സായി, സമ്മതിച്ചതാ. അത് പ്രായമായാലും സമ്മതിച്ചു തരില്ല, എന്താ ചെയ്യാ? ഞാൻ സമ്മതിച്ചാലും നാട്ടുകാർ സമ്മതിക്കണ്ടേ?
നാട്ടുകാർക്ക് എന്തോ കണ്ണിനെന്തോ കണ്ണിക്കുരുവാ കണ്ണിക്കുരു കണ്ണി കുരുവല്ല കണ്ണിന് കാഴ്ചക്കുറവുണ്ട് അതിന്റെയാണ്